നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം പുലരണമെന്നും നമ്മുടെ ഭരണഘടന നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായി, പ്രചാരണം അങ്ങനെ കൊട്ടിക്കയറുകയാണ്. സ്ഥാനാർത്ഥികളെല്ലാം നിരന്നു കഴിഞ്ഞു. ഇനി ആളുകൾ തീരുമാനമെടുത്താൽ മതി ആരാണ് ജയിക്കേണ്ടത്, ആരാണ് നമ്മെ ഭരിക്കേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ വളരെ ഗൗരവമായ ഒരു സംശയം, ആശങ്ക നമ്മുടെ മുന്നിലേക്ക് വരുന്നു. അത് ആഗോളതലം മുതൽ താഴെ നമ്മുടെ കേരളത്തിലെ ഗ്രാസ് റൂട്ട് ലെവലിൽ വരെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രത്യേക ചിന്താ വിഷയമായിട്ടത് മാറുകയാണ്. അതായത് നമ്മുടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിപൂർവകവുമായി നടക്കുമോ? നമ്മൾ മാത്രമല്ല അത് ചർച്ച ചെയ്യുന്നത്. ഐക്യരാഷ്ട്രസഭ ആ വിഷയത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നു. അമേരിക്ക, ജർമ്മനി പോലുള്ള ജനാധിപത്യ രാഷ്ട്രങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്നത് വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുന്ന, വീക്ഷിക്കുന്ന രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്പം ആശങ്കയോടെ ചിന്തിക്കുന്നു. അതിന് രണ്ട് കാരണങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് സിനാറിയോ ആണ്. അഖിലേന്ത്യാ തലത്തിൽ 400 സീറ്റ് കിട്ടും, അല്ലെങ്കിൽ 350 സീറ്റ് കിട്ടും, വൻ ഭൂരിപക്ഷം നേടും എന്നൊക്കെ വിചാരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന BJP. പക്ഷേ പിന്നീട് ഇന്ത്യ സഖ്യം കൂടുതൽ ശക്തി ആർജിച്ചു. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടി എടുത്ത ചില നടപടികൾ അത് തിരിഞ്ഞടിക്കുന്നു. അത് ഗുണത്തെക്കാൾ ദോഷമായി മാറുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ പ്രതീക്ഷിച്ച സീറ്റുകൾ ലഭിക്കുകയില്ല എന്ന ഒരു പരിഭ്രാന്തിയിൽ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന ചില നടപടികൾ ഈ തെരഞ്ഞെടുപ്പിനെ ദോഷമായി ബാധിക്കും. അതാണ് ഐക്യരാഷ്ട്രസഭയും മറ്റ് ജനാധിപത്യ രാജ്യങ്ങളുമൊക്കെ ഉയർത്തിപ്പിടിച്ച ഒരു സംശയം. അതുതന്നെ കേരളത്തിലേക്ക് വരിക. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ബോംബ് സ്ഫോടനം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഒരു ചെറുപ്പക്കാരൻ മരിച്ചു, CPM-കാരാണ്. CPM-കാർ അവരെ തള്ളിപ്പറഞ്ഞു എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ CPM-കാർ അവിടെ ബോംബ് നിർമ്മിച്ചുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ഈ ബോംബുകൾ എവിടെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പ്രയോഗിക്കാനാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? ഇത് നമ്മുടെ കേരളത്തിൽ വലിയ ഭയപ്പാട് സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണോ? വോട്ടർമാരെ ഭീഷണിപ്പെടുത്താനും ഭീതിയിലാക്കാനുമാണോ? എന്തിനു വേണ്ടിയായിരുന്നു ആ ബോംബ്? ഇതൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ സംശയങ്ങൾ ഉണ്ടാവുന്നത്. ഈ രണ്ടാമത്തെ സിനാറിയോ ഇവിടെയാണ് പ്രസക്തമാകുന്നത്. കേരളത്തിൽ CPM-ഉം കോൺഗ്രസും നേതൃത്വം കൊടുക്കുന്ന മുന്നണികൾ തമ്മിലാണ് പ്രധാന മത്സരം. ആ പോരാട്ടത്തിൽ നിലവിൽ ഇപ്പോൾ UDF-ന് വലിയൊരു മേൽക്കൈയുണ്ട് എന്ന് LDF പോലും മനസ്സിലാക്കുകയും സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാനും പറഞ്ഞ രണ്ടാമത്തെ സിനാറിയോ, ബോംബിന്റെ സിനാറിയോ പ്രസക്തമാകുന്നത്. ഇന്ത്യ വളരെ മാതൃകാപരമായ ഒരു ജനാധിപത്യം ആണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. UN-ഓ അല്ലെങ്കിൽ അമേരിക്കയോ ജർമ്മനിയോ ഫ്രാൻസോ അത്തരത്തിലുള്ള രാജ്യങ്ങളൊന്നും നമ്മുടെ ജനാധിപത്യ കാര്യങ്ങളിൽ ഇടപെടുകയോ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായം പറയുകയോ ചെയ്യാറില്ല. പക്ഷേ പതിവിന് വിരുദ്ധമായിട്ട് UN കഴിഞ്ഞ ദിവസം ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു. അതിനു മുമ്പ് അമേരിക്കയും ജർമ്മനിയും. എന്തുകൊണ്ടാണ്? നമ്മുടെ സർക്കാരിന്റെ ചില ചെയ്തികൾ അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനാണോ, തിരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ തകർക്കാനാണോ എന്നൊരു സംശയം ഉണ്ടായിരിക്കുന്നു. ഒന്ന് കെജ്രിവാളിന്റെ അറസ്റ്റാണ്. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അത് മാത്രമല്ല 2 or 3 സംസ്ഥാനങ്ങളിൽ സ്വാധീനമുള്ള ഒരു പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹത്തിനെതിരായിട്ടൊരു മാപ്പുസാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം, മറ്റു തെളിവുകളൊന്നുമില്ല, ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. ആ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുക, തിഹാർ ജയിലിലാക്കിയിരിക്കുക. അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറ്റി നിർത്തിയിരിക്കുക. അത് മാത്രമല്ല, പിന്നാലെ 2 or 3 ആം ആദ്മി പാർട്ടി മന്ത്രിമാർക്കെതിരെയും ED നടപടികൾ എടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതുപോലെയാണ് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ. അവരുടെ ബാങ്കിലെ മുഴുവൻ തുകയും പണവും സർക്കാർ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുക. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണെന്ന് ഓർക്കണം.
ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. അവർക്ക് പണമില്ലാതെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടത്താൻ പറ്റുക? അവരുടെ വാക്കുകൾ തന്നെ പറഞ്ഞാൽ ഒരു വിമാന ടിക്കറ്റ് ഒരു നേതാവിന് എടുത്തു കൊടുക്കാൻ പണമില്ലാതെ വന്നിരിക്കുക. അപ്പൊ അത് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തെ തന്നെ സ്തംഭിപ്പിക്കുക എന്ന വളരെ കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഈ നടപടി എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പിനെ കൊണ്ട് ഈ നടപടികൾ എടുപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഐക്യരാഷ്ട്രസഭയും മറ്റും സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് കാരണമായത്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിന്റെ വക്താവ് സ്റ്റെഫാനോ ദുജാറിച്ച് എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കവേ ഇന്ത്യയെ ബാധിക്കുന്ന, വളരെ ഗൗരവമായി ബാധിക്കുന്ന ഒരു കാര്യം പറയുകയുണ്ടായി. കെജ്രിവാളിന്റെ അറസ്റ്റ്, കോൺഗ്രസിന്റെ അക്കൗണ്ടുകളുടെ മരവിപ്പിക്കൽ, ഇത് സംബന്ധിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ രാഷ്ട്രീയ പൗര സ്വാതന്ത്ര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും ഭയരഹിതമായ ഒരു അന്തരീക്ഷത്തിൽ സ്വതന്ത്രവും നീതിപൂർവവുമായ രീതിയിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയുമെന്ന് ഐക്യരാഷ്ട്രസഭ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ പ്രത്യാശിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊരു സംശയത്തിന്റെ നിഴലിലാണ് പറയുന്നത്. ഇന്ത്യയിൽ അങ്ങനെ സ്വതന്ത്രവും നീതിപൂർവവുമായ ഒരു തെരഞ്ഞെടുപ്പ് ഇക്കുറി നടക്കുമോ? ആ ഒരു സംശയമാണ് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിന്റെ വക്താവ്, സെക്രട്ടറി ജനറലിന്റെ വാക്കുകളാണത്. ലോകത്തെ എല്ലാ രാജ്യങ്ങളും അംഗങ്ങളായിട്ടുള്ള ഒരു ബോഡിയാണ് ഐക്യരാഷ്ട്രസഭ. ആ UN ആണ് ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ ശക്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ നീതിപൂർവവും സ്വതന്ത്രവുമായി തിരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന സംശയത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. അതിനു മുമ്പ് അമേരിക്ക പറഞ്ഞ എന്താണ്? അതും കെജ്രിവാളിന്റെ അറസ്റ്റും ആ കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിക്കലും സംബന്ധിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഈ രണ്ടു കാര്യങ്ങളിൽ നീതിപൂർവവും സുതാര്യവും സമയബന്ധിതവുമായ നിയമ നടപടി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകുമെന്ന് അമേരിക്ക പ്രത്യാശിക്കുന്നു. മാത്യു മില്ലർ, അവിടുത്തെ സ്റ്റേറ്റ് വകുപ്പിന്റെ വക്താവാണ് ഇത് പറഞ്ഞത്. അതായത് അവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ രണ്ടു നടപടികൾ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി എടുത്തതാണ്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇക്കാര്യത്തിൽ ഒരു നിയമപരമായ നടപടി ഉണ്ടാകണമെന്ന് അമേരിക്ക പറയുന്നത്. ജർമ്മനിയും ഇതേ ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി. അവർ പറഞ്ഞത് അടിസ്ഥാനപരമായ ജനാധിപത്യ മര്യാദകളും നീതിപൂർവമായ നിയമ വ്യവസ്ഥയും രാജ്യത്ത് നിലനിൽക്കണം. അതുപോലെ തന്നെ നീതിപൂർവമായ സ്വതന്ത്രമായ ഒരു വിചാരണ ഈ രണ്ട് കേസുകളിലും ഉണ്ടാകണമെന്ന് അവരുടെ വിദേശകാര്യ വകുപ്പിന്റെ വക്താവായ സെബാസ്റ്റ്യൻ ഫിഷർ പറയുന്നു. ഇതൊക്കെ വാസ്തവത്തിൽ ഇന്ത്യ ഗവൺമെന്റിനെതിരായിട്ടുള്ള കുറ്റാരോപണങ്ങളായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. മറ്റു രാജ്യങ്ങൾ ഇതിനപ്പുറത്ത് പറയില്ല. നയതന്ത്രപരമായിട്ട് അവർക്ക് പറയാവുന്ന ഏറ്റവും കർക്കശ്യമുള്ള വാക്കുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഗവൺമെന്റിനോട് പ്രതികരിച്ചു. ഈ രണ്ട് രാജ്യങ്ങളിലെ, അമേരിക്കയിലെയും ജർമ്മനിയിലെയും എംബസികളിൽ നിന്നുള്ള ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ശാസിച്ചു. അവരെന്താ ആ ശാസന കേട്ടു, കശുവണ്ടിയും ബിസ്ക്കറ്റും ചായയും കഴിച്ച് മടങ്ങിപ്പോയി. പക്ഷെ അവരുടെ നിലപാടുകളിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ പ്രതികരണത്തിനെതിരെ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തന്നെ പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ ആരും ഇക്കാര്യമൊന്നും പഠിപ്പിക്കാനൊന്നും വരണ്ട, അത് ഞങ്ങളുടെ ജനങ്ങൾ നോക്കിക്കൊള്ളും, നിങ്ങളുടെ ഒന്നും ഉപദേശമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു. ഇനി ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധിയെ വിളിച്ചു വരുത്തി അദ്ദേഹം ശാസിക്കുമോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ ജനങ്ങൾ അത് ഉറപ്പാക്കിക്കൊള്ളും, നീതിപൂർവമായ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ്. പക്ഷേ അമേരിക്കയോ ജർമ്മനിയോ ഐക്യരാഷ്ട്രസഭയോ ഇന്ത്യയിലെ ജനങ്ങളുടെ ജനാധിപത്യ ബോധത്തെക്കുറിച്ചുള്ള സംശയം പ്രകടിപ്പിച്ചത്, അവർക്ക് ആശങ്കയുള്ളത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രീതിയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികളെയാണ്. നമ്മുടെ അയൽപക്കത്ത് ഒരു നെല്ലിക്കയോളം വലിപ്പത്തിലുള്ള മാലിദ്വീപ് വിരട്ടിയാൽ വിരളുന്ന ആളുകളാണ് ഐക്യരാഷ്ട്രസഭയെയും അമേരിക്കയെയും അല്ലെങ്കിൽ ജർമ്മനിയെയും ഒക്കെ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. ആഗോളതലത്തില് ഇവര് സൃഷ്ടിച്ച, അല്ലെങ്കിൽ ഇവരിട്ട ബോംബിന്റെ പ്രകടശേഷി കേരള ലെവലില് കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ, അല്ലെങ്കിൽ പൊട്ടിയ ബോംബിനുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരാൾ മരിക്കുകയും ചെയ്തു. ഇതെന്തിനു വേണ്ടിയാണ് ഈ ബോംബുകൾ ഉണ്ടാക്കിയത്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഇത്
യുവമോർച്ച നേതാവായിരുന്ന ജയകൃഷ്ണൻ മാസ്റ്ററുടെ മരണത്തിന് ശേഷമാണ് ഈ ബോംബ് നിർമ്മാണം വലിയ തോതിൽ തുടങ്ങിയതെന്നാണ് ആളുകൾ പറയുന്നത്. ഇതോടെ ഒരു കുടിൽ വ്യവസായം പോലെ വളർന്നിരിക്കുക. ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് എതിരാളികളുടെ പ്രദേശങ്ങളിൽ ബോംബ് പൊട്ടിച്ച് അവരെ ഭീതിയിലാക്കുക, ഭയപ്പാടിലാക്കുക, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഒന്ന് പേടിക്കുന്ന സ്ഥിതിയിലേക്ക് കൊണ്ടുപോവുക. ഇതൊക്കെ കുറെ കാലമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ഉപേക്ഷിക്കാറായില്ലേ? ഇങ്ങനെ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാൻ പറ്റുമോ? ബോംബ് കാണിച്ച്. ഇപ്പൊ ഇതൊരു ബോംബ് അബദ്ധത്തിൽ പൊട്ടി ഒരാൾ മരിച്ചു. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നാം അറിയുന്നത്. അല്ലെങ്കിൽ വൻതോതിൽ ഇത് ഉൽപ്പാദിക്കപ്പെടുമായിരുന്നു. ഇതെന്തിനു വേണ്ടിയായിരുന്നു? എവിടെ ഉപയോഗിക്കാനാണ്? ഏത് മണ്ഡലത്തിൽ ഉപയോഗിക്കാനാണ്? നിങ്ങൾ ആലോചിക്കണം. കേരളത്തിലെ ജനങ്ങൾ വലിയ ഭയപ്പാടിലാണ് ഇത് കാണുമ്പോൾ. പഴയ കാലമല്ലിത്. ദയവ് ചെയ്ത് രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിൽ ആളുകളെ ഭയപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും 1-2 സീറ്റ് കിട്ടാനുമുള്ള കളികളിലേക്ക് പോകരുത്. എനിക്ക് ഷാഫി പറമ്പിലിനോടൊരു അപേക്ഷയുണ്ട്. സൂക്ഷിക്കണം. നിങ്ങളുടെ മണ്ഡലത്തിലാണ് ഈ ബോംബ് ഇന്നലെ പൊട്ടിത്തെറിച്ചത്. അത് എവിടെ ഉപയോഗിക്കാനായിരുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. താങ്കളുടെ എതിരാളിയായ ശൈലജ ടീച്ചർ പാവമാണ്. അവര് വാസ്തവത്തിൽ ഡൽഹിക്ക് പോകുന്നതിനേക്കാൾ ഇവിടെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. കാരണം അടുത്ത തവണയെങ്കിലും പുതിയൊരു CPM മുഖ്യമന്ത്രി ഉണ്ടാകുന്ന സമയത്തെങ്കിലും അവർക്കൊരു അവസരമുണ്ട്. ഡൽഹിയിൽ പോയാൽ അത് നഷ്ടപ്പെടും. പക്ഷേ ശൈലജ ടീച്ചർ ജയിച്ച് ഡൽഹിക്ക് പോവുകയും അപ്പോൾ ഒഴിവരുന്ന മട്ടന്നൂർ മണ്ഡലത്തിൽ മത്സരിച്ച് ആഭ്യന്തരമന്ത്രിയൊക്കെ ആവാൻ ധാരാളം പേര് കച്ചുകെട്ടി നിൽപ്പുണ്ട് എന്ന കാര്യം മറക്കരുത്. ഒന്ന് ശ്രദ്ധിച്ചോണം.